हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। നമുക്ക് ചാണ്ട് ചെയ്യാം. 12 ശ്ലോകങ്ങൾ ചാണ്ട് ചെയ്യാം വിത്ത് പ്ലസ് ഭജഗോവിന്ദ്. ഭജഗോവിന്ദ് അടക്കം 12. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധി മനസി വിതൃഷ്ണാം യദ്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ നാരീസ്ഥനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ നളിനീദളഗത ജലമതിതരളം തത്വജ്ജീവിതം അതിശയ ചപലം വിദ്ധി വ്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ യാവത് വിത്തോപാർജനസക്ത സ്ഥാവന്നിജ പരിവാരോ രക്ത പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താങ്കോപി ന പൃച്ഛതി ഗേഹേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യാഭീപ്യതി തസ്മിൻ കായേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീസക്ത വൃദ്ധസ്താവത് ചിന്താസക്ത
परमे ब्रह्मणि कोऽपि न सक्ता भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते सम्प्राप्ते सन्निहिते काले नहि रक्षति डुक्कृङ्करणे काते कान्दा कस्ते पुत्र संसारोऽयम् अतीव विचित्र कस्य त्वं कुत आयाता तत्त्वं चिन्तय तदिह भ्राता भज गोविन्दं गोविन्दं भज मूढमते सम्प्राप्ते सन्निहिते काले नहि रक्षति डुक्कृङ्करणे सत्सङ्गत्वे निस्सङ्गत्वे निर्मोहत्वे निश्चलतत्त्वे जीवन्मुक्ति भज गोविन्दं गोविन्दं भज मूढमते सम्प्राप्ते सन्निहिते काले नहि रक्षति डुक्कृङ्करणे वयसि गते कः कामविकार शुष्के नीरे कासार क्षीणे वित्ते का परिवार ज्ञाते तत्त्वे का संसार भज गोविन्दं गोविन्दं भज मूढमते सम्प्राप्ते सन्निहिते काले नहि रक्षति डुक्कृङ्करणे मा कुरु धनजनयौवनगर्वं हरति निमेषात् कालः सर्वं मायामयमिदम् अखिलं भूत्वा ब्रह्मपदं त्वं प्रविश विदित्वा भज गोविन्दं गोविन्दं भज मूढमते सम्प्राप्ते सन्निहिते काले नहि रक्षति डुक्कृङ्करणे दिनयामिन्यौ सायं प्रातः शिशिरवसन्तौ पुनरायाता कालक्रीडति गच्छत् आयु तदपि न मुञ्चत् ആശാവായു. ഇതാണ് നമ്മൾ എടുത്തത്. അടുത്ത ശ്ലോകം ഓർഡറിൽ 13ാമത്തെ ശ്ലോകം. ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്ന ശ്ലോകം അടക്കം അതോടുകൂടി ദ്വാദശ മഞ്ജരിക അവസാനിക്കും. ചില പുസ്തകങ്ങളിൽ ഇന്നലെ നമ്മൾ ചൊല്ലി തീർത്ത ശ്ലോകത്തോടു കൂടി 12 ശ്ലോകം അവസാനിക്കുന്ന എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണ്. ഭജഗോവിന്ദം അടക്കം 13ാമത്തെയാണ്. ഭജഗോവിന്ദം ആ ദ്വാദശ മഞ്ജരികയിൽ പെടില്ല, അത് പല്ലവിയാണ്. അതുപോലെ അവസാനത്തെ 4 ശ്ലോകവും പെടില്ല. അപ്പോൾ 12 ശ്ലോകം എന്ന് പറഞ്ഞാൽ 13ാമത്തെ സീരിയൽ വരെ പോകണം. 13ാമത്തെ സീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് എടുക്കുന്ന നാമമാണ്. അപ്പോൾ ഇന്ന് എടുക്കുന്ന നാമത്തോട് കൂടിയിട്ട് ഈ ദ്വാദശ മഞ്ജരിക സ്തോത്രം നമുക്ക് തീരും. നാളെ മുതൽ നമ്മൾ ചതുർദശ മഞ്ജരിക സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകവും നമ്മൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു ഭഗവാന്റെ ശങ്കരൻ്റെ ഉപദേശം, വിവേകത്തോടെ ജീവിക്കൂ. സിമ്പിൾ. മനസ്സിൽ നിന്ന് അമിതമായിട്ടുള്ള കാമനകൾ വലിച്ചെറിയൂ, തൃഷ്ണ വലിച്ചെറിയൂ. അനശ്വരമായ ലക്ഷ്യം ഉറപ്പിച്ച് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണോ അതിൽ നമ്മൾ മനസ്സുറപ്പിച്ച് അതിലേക്കുള്ള യാത്ര ആരംഭിക്കൂ. നശ്വരവും അശാശ്വതവുമായ ഈ എന്താ പറയുക വിഷയങ്ങളും ഭോഗങ്ങളും മാത്രം ചിന്തിക്കാതെ, കാരണം അവിടെ പ്രധാനമാണ്, വിഷയങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന ഭോഗങ്ങളും മാത്രം ചിന്തിക്കാതെ, അത് വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ
മനസ്സിനെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് നയിക്കൂ. ഇറ്റ്സ് എ ബിഗർ ഗോൾ. നമ്മളെല്ലാവരും സെറ്റ് ചെയ്തിട്ടുള്ള ഗോള് അങ്ങോട്ട് നയിക്കൂ. മനസ്സിൻ്റെ പോൾ എന്താ പറയുക, ധ്രുവനക്ഷത്രം, പോൾ സ്റ്റാർ ആവട്ടെ അത്. വി ഹവ് സെറ്റ് എ പോൾ സ്റ്റാർ ഫോർ അവർ സെൽസ്. ആ പോൾ സ്റ്റാറിലേക്ക് ആവട്ടെ നമ്മുടെ യാത്ര. ലീഡ് ഓ കൈൻഡ്ലി ലൈറ്റ് എന്ന് പറയില്ലേ, എമിഡ്സ്റ്റ് ദി ഡാർക്ക് ആൻഡ് എൻസർക്ലിംഗ് ഗ്ലൂം, അല്ലേ, വെളിച്ചമേ നയിച്ചാലും ഒക്കെ പറയില്ലേ. ഇതാണ് ശങ്കരൻ ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. മനസ്സിലായി? ഇനി നമുക്ക് ശങ്കരൻ്റെ അടുത്ത ശ്ലോകം നമുക്ക് ശങ്കരൻ എന്താ പറയുന്നത് നോക്കാം. ഒന്ന് ചെല്ലാം നമുക്ക്. കാതേ കാന്ത ധനഗത ചിന്ത വാതുല കിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതി ഏക ഭവതി ഭവാർണവ തരണേ നൗകാ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുക്രിങ്കരണേ. ഒന്നുകൂടി ചെല്ലാം. കാതേ കാന്ത ധനഗത ചിന്ത വാതുല കിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതി ഏക ഭവതി ഭവാർണവ തരണേ നൗകാ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുക്രിങ്കരണേ. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. കാതേ കാന്ത, ആരാ നിൻ്റെ ഭാര്യ? ഇതൊരിക്കൽ ചോദിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യം വേറൊരു കോണ്ടെക്സ്റ്റിലായിരുന്നു. ഇപ്പോൾ ചോദിക്കേണ്ടത് ആരാ ഭാര്യ എന്ന് വെച്ചാൽ, ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണ്? ഹൂ ഇസ് ഷീ ഫോർ യു ടു തിങ്ക് ലൈക്ക് ദിസ്? ആരാ ഉള്ളത്? ആരാ ഭർത്താവ് നിൻ്റെ? അതേക്കുറിച്ച് എങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഹൂ ഡു യു തിങ്ക് ഷീ ഈസ്? അതാണ് ചോദ്യം. കഥയെ കാണുന്നതെന്ന് വെച്ചെങ്കിൽ അവിടെ ആരാണ് ഭാര്യ എന്നുള്ളൊരു എൻക്വയറിയാണ്. ഇവിടെ അതല്ല. അറിയാം നിനക്ക് അവൾ ആരാന്ന്. ഡോണ്ട് പ്ലേ വിത്ത് ഹർ, ഡോണ്ട് പ്ലേ വിത്ത് ഹിം. അതാണ് ചോദ്യം, അതാണ് ധ്വനി. മനസ്സിലായില്ലേ? കാതേ കാന്ത, ആരാ നിൻ്റെ ഭാര്യ? ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തിന്? ധനഗത ചിന്ത, ധനത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തിന്? സെയിം തിങ്. ധനം എന്ന് വെച്ചാൽ എന്താ നീ മനസ്സിലാക്കിയത്? ധനത്തെക്കുറിച്ച് എന്തിനാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത്? ധനം എന്തിനുള്ളതാ? ഇതിനുള്ളതാണോ? ഭാര്യ എന്തിനുള്ളതാ? ഇതിനുള്ളതാണോ? വാതുല മീൻസ് ഭ്രാന്ത എന്നർത്ഥം. ഭ്രാന്ത എന്നല്ല, ഭ്രാന്ത. മൂഢനുമല്ല, ബ്രദറുമല്ല. പുതിയൊരു ടേം കണ്ടുപിടിച്ചത് ശങ്കരൻ. വാതുല, എൻ്റെ ഭ്രാന്ത. വാതുല എന്ന് വെച്ചെങ്കിൽ വാദം പിടിച്ചവെന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. വാതുല, ശരീരത്തിന് വാദം പിടിച്ചാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ശരീരത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവുക? സുസ്ഥിരമായിട്ടുള്ള പ്രവൃത്തിയാവുമോ ശരീരത്തിന്? വാദം പിടിച്ച ശരീരത്തിന് ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ വലത്തോട്ട് തിരിയും, വലത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയും. അങ്ങനെയൊക്കെയല്ലേ വാദം പിടിച്ച ആൾക്കാരുടെ പ്രവൃത്തി, പെരുമാറ്റമൊക്കെ. അവരെ കുറ്റം വേണ്ട കാര്യമില്ല, ശരീരത്തിൻ്റെ പ്രകൃതി അങ്ങനെയാണ്. അതേപോലെ മനസ്സിന് വാദം പിടിച്ചാൽ എന്ത് ചെയ്യും? മനസ്സിനും ബുദ്ധിക്കും വാദം പിടിച്ചാൽ എന്ത് ചെയ്യും? ചിത്തത്തിന് വാദം പിടിച്ചാൽ എന്ത് ചെയ്യും? ചിത്തവാദം, രക്തവാദം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? പക്ഷപാതം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ഇത് ചിത്തവാദം. ചിത്തത്തിന് വാദം പിടിച്ചാൽ എന്ത് ചെയ്യും? പറയും. എന്തായിരിക്കും അതിൻ്റെ പെരുമാറ്റം? അതാണ് ശങ്കരനോട് പറയണ വാതുല എന്നുള്ള വാക്ക്. നോക്കൂ, എത്ര കനപ്പെട്ട വാക്കാണ് ആ വാതുല എന്നുള്ളത്. നീ നിൻ്റെ ഭാര്യ എന്ന് ചോദിച്ചാൽ ആരെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? കാതേ കാന്ത, ധനഗത ചിന്ത. ധനം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് വിചാരിച്ചിരിക്കുന്നത്? കളിക്കോപ്പാണോ? നിനക്കതിൻ്റെ വാല്യൂ അറിയോ? നിനക്കതിൻ്റെ എന്താ പറയുക, മൂല്യം അറിയോ? എൻ്റെ ഭാര്യയുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും ഈ ആറാട്ട് കളിക്കണ
ധനത്തിൻ്റെ ഈ മൂല്യം നിനക്കറിയോ? എന്തിനാ നിനക്ക് തന്നിരിക്കണമെന്ന് നിനക്ക് വല്ല വിവരമുണ്ടോ? വാതുല നോക്കൂ, ഇത് കൂടുതൽ എങ്ങനെയാണ് പച്ചത്തറി വിളിച്ച് പറയാം? വാതുല കിം തവ നാസ്തി നിയന്ത, തവ നിയന്ത നാസ്തി കിം. നന്നെ നയിക്കാൻ വേറെ ഒന്നുമില്ല, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. കാന്ത ധന. നമ്മൾ പറഞ്ഞ് കാഞ്ചന കാമിനിയാണ് കേട്ടോ, മറക്കണ്ട. അവരുടെ അതേ ആധാരം തന്നെയാണ് അത്. കാന്താന്നും ധനം എന്ന് പറയണത് സെയിം ഓൾഡ് കാഞ്ചന ആൻഡ് കാമിനി, അവർ കാമിനി ആൻഡ് കാഞ്ചന ഇൻ ദാറ്റ് ഓർഡർ. അപ്പോൾ ഈ കാഞ്ചനയും കാമിനിയും അല്ലാണ്ട് എൻ്റെ വാതുല നിനക്ക് വേറൊരു ലീഡറേയും കിട്ടിയില്ല. ഇവരാണോ നിൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം? നിന്നെ നയിച്ചു കൊണ്ടുപോകുന്നത് ഇവരാണോ? തവ നിയന്ത നാസ്തിക്കും, നിനക്ക് നിയന്താവായിട്ട് ഒരാൾ വേറെ ഇല്ലേ? ആരുമില്ലേ? ഇവരാണോ? എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ത്രിജഗതി, 3 ലോകത്തിലും 30 ത്രിജഗതി സജ്ജനസംഘ ഏക, സജ്ജനങ്ങളുടെ സംഘം മാത്രം, മീനിങ് സത്സംഗം മാത്രം, എലോൺ. എന്താ? ഭവ ആയിത്തീരുള്ളൂ. എന്ത്? ഭവാർണവ തരണേ നൗക ഭവതി, ഭവതി ആയിത്തീരുള്ളൂ. ഭവാർണവം എന്ന് വെച്ചെങ്കിൽ സംസാരസാഗരം, തരണ എന്ന് വെച്ചെങ്കിൽ തരണം ചെയ്യുന്ന, നൗക മീൻസ് ബോട്ട്, വഞ്ചി. ഈ സംസാരക്കടലിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനുള്ള വഞ്ചി ആയിത്തീരുന്നത് ആരാ? ഏതാ? 3 ലോകത്തിലും സജ്ജന സംഗതി ഏക. ദാറ്റ് ഈസ് ഓൾ. ഓൺലി സത്സംഗ്, സത്സംഗ് 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 മാത്രം. അതാണ് അതിൻ്റെ അകപ്പാടൊരർത്ഥം. അപ്പോൾ കാമിനിയും കാഞ്ചനയും തന്നെയാണ് ഇവിടുത്തെ ചിന്താ വിഷയം, കാന്താൻ ധനം. അത് മറക്കരുത്. ശങ്കരൻ ചോദിക്കുകയാണ്, ഈ കാമിനിയും ഈ ധനവും മാത്രമേ ഈ ലോകത്തിൽ നിന്നെ നയിക്കാനുള്ളൂ? നീ ഇവരെ കണ്ടുപിടിച്ചിരിക്കണം എൻ്റെ ശ്രേഷ്ഠന്മാരായിട്ട്? അല്ലേ? അങ്ങനെയല്ലേ? അവർ നടക്കണ പോലെയാണല്ലോ നീ നടക്കുക. യദ്യതാചരതി ശ്രേഷ്ഠ. ഇവരാണോ നിനക്ക് ശ്രേഷ്ഠന്മാർ? ഇവരുടെ പിന്നാലെയാണോ നീ പോകുന്നത്? ഇവരാണോ നിൻ്റെ നേതാവ്? വേറെ ആരെയും നിനക്ക് കിട്ടിയില്ല. സ്ഥിരതയും ശാശ്വതവുമില്ലാത്ത ഈ 2 കൂട്ടരാണോ എന്നെ നയിക്കണത്? സ്ഥിരതയില്ല, ശാശ്വതവുമില്ല. കാഞ്ചനത്തിന് എന്താ സ്ഥിരതയുള്ളത്? ഭാര്യയ്ക്ക് എന്താ ശാശ്വതം ഉള്ളത്? ഇല്ല. ഏകാ ഭാര്യ പ്രകൃതി ചപല ചഞ്ചല ചദ്വിതീയ എന്ന് പറഞ്ഞ പോലെ, ഒന്ന് ചപല മറ്റേ ചഞ്ചല. ഇവരാണോ എൻ്റെ നയിക്കണം? ഇവരെ ഇവരാണോ എൻ്റെ ജഗൻ നിയന്താവ്? ഈ ജീവിതത്തിൽ എന്നെ നയിക്കുന്നവർ ഇവരാണോ? ഈസ് ഈ ദ ലീഡർ ഓഫ് യുവർ ലൈഫ്? തിങ്ക്. അന്ധനെ നയിക്കുകയാണോ അത്? 2 പേരും പൊട്ടക്കുഴിയിൽ എന്ന് വീഴും, ഉറപ്പ്. 2 പേരും പൊട്ടക്കുഴിയിൽ വീഴും. നീ നയിക്കുന്ന ആൾക്കാർ അന്ധനാണ്, നീ അന്ധനാവും. ഒരു അന്ധൻ വേറൊരു അന്ധനെ നയിക്കുന്ന പോലെയാണ്. നീയും ബ്ലൈൻഡായിട്ട് ഇവരുടെ പിന്നാലെ പോവാണ്. അവർക്കും ലക്കും ലഗാനും ഇല്ലാണ്ട് അവരും പോകുന്നു. അപ്പം നിൻ്റെ ഈ ജീവിത നദിയുടെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത് കാമിനിയും കാഞ്ചനവുമാകുന്ന 2 തടങ്ങളാണോ? ഗീതാധ്യാന ശ്ലോകത്തിലേക്ക് ഒന്ന് പോവോ? രണനദി, ആ യുദ്ധത്തിൻ്റെ ആ നദീ പ്രവാഹത്തിൽ ആരാ 2 തടങ്ങൾ? ആ നദിയുടെ ഗതിവിഗതികളെ, ആ യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ നയിക്കുന്നത് ആരാ? ഭീഷ്മദ്രോണ തട. ഭീഷ്മവും ദ്രോണരുമാണ്. അതുപോലെയാണോ എൻ്റെ ജീവിതത്തിന് ആയിരിക്കുന്ന ഈ നദിയെ 2 തടങ്ങളായിട്ട് നയിക്കുന്നത്? ഒന്ന് കാമിനി, ഒന്ന് കാഞ്ചനയാണോ?
അസലായി കേമായി. ഇങ്ങനെ പൊക്കോളൂ, നന്നാവും കുട്ടി. ലോകത്തിൽ വേറെ ഒന്നിനെയും നിനക്ക് സ്ഥാനവും മാനവും കൽപ്പിച്ചിട്ടില്ല. വേറെ ഒന്നിനും നീ കൽപ്പിച്ചിട്ടില്ല. ഈ രണ്ടെണ്ണത്തിന് മാത്രമേ നീ സ്ഥാനമാനം കൽപ്പിച്ചിട്ടുള്ളൂ. ഇത് മാത്രമേ എനിക്ക് വേണ്ടൂ. വേറെ ഒരു ഗുണങ്ങളും വേണ്ട. ധനവും കാമിനിയും, കാഞ്ചനിയും കാമിനിയും മാത്രം കിട്ടിയാൽ മതി. എത്ര താന്നുപോയി എൻ്റെ കുട്ടാ എൻ്റെ മനസ്സ്. വൃത്തമോ രൂപമോ വംശമോ കീർത്തിയോ വിദ്യയോ ഞങ്ങൾക്കു വേണ്ടേ വേണ്ട. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. വൃത്തമോ രൂപമോ വംശമോ കീർത്തിയോ വിദ്യയോ ഞങ്ങൾക്കു വേണ്ടേ വേണ്ട. ഞങ്ങൾക്ക് ആകപ്പാടെ വേണ്ടത് എന്താ? ശയ്യയിൽ ഞങ്ങളെ തേടുവോർക്കെല്ലാവർക്കും കയ്യിലെ കാശൊന്നേ കാര്യമുള്ളൂ. കാശെന്നൊരു നാമമീ മാത്രമേ കാഞ്ചനക്കൂട്ടിലെ തത്ത പാടൂ. ഈ നിലവാരത്തിലേക്ക് നീ താണു എൻ്റെ കൂട്ടാ. ഈ ജീവിതം തന്നെ അത്ര അധപ്പതിച്ചോ? ഈ ചിന്താഗതി ആരുടേന്നറിയോ? വൃത്തമോ രൂപമോ വംശമോ കീർത്തിയോ വിദ്യയോ ഞങ്ങൾക്കു വേണ്ടേ വേണ്ട. ശയ്യയിൽ ഞങ്ങളെ തേടുവോർക്കെല്ലാവർക്കും കയ്യിലെ കാശൊന്നേ കാര്യമുള്ളൂ എന്ന് ആര് പറഞ്ഞതാ അറിയോ നിനക്ക്? മഹർഷിമാർ പറഞ്ഞതൊന്നല്ലാതെ, ഇത് പിങ്കള പറഞ്ഞതാ, ഒരു മഹാവേശ്യ. അപ്പൊ വേശ്യയുടെ തട്ടിലേക്ക് നീ തരം താണു. ഒരു സ്വന്തം നിയന്താവ് എൻ്റെ ജീവിതത്തിൽ നിനക്ക് ഉണ്ടായിട്ട് ആ നിയന്താവിനെ മറന്ന് വേറെ അന്യ ഭോഗ വസ്തുക്കളുടെ പിന്നാലെ പോയിട്ട് കാമിനിയും കാഞ്ചനും ഇതാണ് എൻ്റെ നാഥൻ, ഇതാണ് എൻ്റെ ലീഡർ, ഇതാണ് എൻ്റെ നേതാവ്, ഇതാണ് എൻ്റെ ജേതാവ് എന്ന് പറഞ്ഞ് പോകാൻ പുറപ്പെട്ടാൽ എന്താ നീയും വേശ്യയായിട്ട് വ്യത്യാസം എൻ്റെ കൂട്ടാ? ഇതാണോ നീ സ്വീകരിക്കുന്നത്? ചിന്തിക്കാൻ പറയാണ് ശങ്കരൻ. ഓരോ കുത്തു കൊടുക്കുകയാണ് മനസ്സിന്. ചാട്ടവാറ കൊണ്ട് അടിക്കുകയാണ് പുറത്ത്. നോക്ക് നോക്ക് അല്ലേ? നിങ്ങൾ ഏറ്റവും വല്ലതും തിരിഞ്ഞിട്ടല്ലേ ആ ചാട്ടവാറിൻ്റെ അടി സ്വീകരിക്കുന്നത് ശങ്കരൻ്റെ? കഷ്ടം അല്ലേ? ഇങ്ങനെ പോണവരുടെ കാര്യം ഞാൻ പറയാൻ കേട്ടോ, നിങ്ങളുടെ കാര്യമല്ല. നിങ്ങൾ തമാശക്ക് കേട്ടുകൊണ്ടിരിക്കുക. കാര്യമായിട്ട് ഇതേപോലെ ഈ രണ്ടെണ്ണത്തിൻ്റെ പിന്നാലെ പോണവരുടെ കാര്യമാണ് ഞാൻ ഈ പറയണത്. നിങ്ങളല്ല, നിങ്ങൾ നല്ല കുട്ടികൾ. എന്ത് സംസാരിച്ചാലും അവസാനം ഇവിടെ ചെന്നെത്തും കാമിനി കാഞ്ചനം. എവിടെ തുടങ്ങിയാലും അവിടെ ചെന്നെത്തും എൻ്റെ കാമിനി കാഞ്ചനം. ആരോട് സംസാരിക്കുകയാണെങ്കിലും എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും അവസാനം അതെ എനിക്കിതിൽ എന്ത് കിട്ടും? ഇതാണ്. ഇതാണ് ചോദ്യം. എന്ത് കിട്ടും എനിക്ക്? കാമിനിയും കാഞ്ചനയും ഈ പ്രതിഫലമായിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാമിനി ഓർ കാഞ്ചന ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഡീൽ. അതാണ് നമ്മൾ നേതാവായിട്ട് സ്വീകരിച്ചിരിക്കണം. സത്യം പറഞ്ഞാൽ ഭാര്യയെയും ധനത്തെയും വെറും ഒരു ഭോഗവസ്തുവായിട്ടാണോ നീ കാണുന്നത്? എൻ്റെ ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഉള്ളൊരു വസ്തു ക്രിയേറ്റ് ചെയ്തിട്ട് നിനക്ക് തന്നതാണോ ഭഗവാൻ ഇത് രണ്ടും? അങ്ങനെയാണോ നീ പഠിച്ചിരിക്കണം? നിൻ്റെ പ്രാഥമിക പാഠങ്ങൾ നീ അങ്ങനെയാണോ പഠിച്ചിരിക്കണം? അർത്ഥവും കാമവും രണ്ടും നിനക്ക് എന്തിനു തന്നതാ ഭഗവാൻ എൻ്റെ കയ്യിൽ? ഇത് കയ്യിലിരിക്കട്ടെ, വഴിച്ചെലവിന് ആവശ്യം ഉണ്ടാകുന്നുണ്ട്. നിനക്ക് രണ്ട് സാധനങ്ങൾ തന്നില്ലേ? ഒന്ന് കാമിനിയും ഒന്ന് കാഞ്ചനയും, ഒന്ന് അർത്ഥവും ഒന്ന് കാമവും. ഇതെന്തിനു തന്നതാ? മറന്നുവോ ബാലപാഠങ്ങളൊക്കെ? ഈ പരമമായ മോക്ഷത്തിലേക്കുള്ള എത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളല്ലേ, ഉപാധികളല്ലേ ഇത്? മോക്ഷ സാധനങ്ങളല്ലേ ഇത്? അവ ധാർമ്മികമായ രീതിയിൽ ഉപയോഗിക്കണ്ടേ നീ? അതല്ലേ എൻ്റെ പുരുഷാർത്ഥം? ധർമ്മ അർത്ഥ കാമ മോക്ഷം. നടുക്കിലുള്ള അർത്ഥവും കാമവും
ആദ്യം പറഞ്ഞ ധർമ്മമാർഗമായിട്ട് കൊണ്ടുപോയാൽ മോക്ഷത്തിലേക്ക് നീ തന്നെ താൻ എത്തിച്ചേരും. അതാണ് പുരുഷാർത്ഥം. മോഹാവേശത്തോടും എന്താ പറയുക തൃഷ്ണഭാവത്തോടും കൂടി കാണാനുള്ള കാഴ്ച വസ്തുക്കളല്ല കാമിനിയും കാഞ്ചനയും, കാമിനിയും കാന്തയും, കാന്തയും കാഴ്ച കാഞ്ചനയും. കാന്ത മീൻസ് കാമിനി. ഈ കാമിനിയും കാഞ്ചനയും എന്ന് പറയുന്ന സാധനങ്ങൾ നിൻ്റെ ഭോഗവസ്തുക്കളല്ല കൂട്ടാ. അത് നിനക്ക് ധാർമ്മികമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്, അല്ലാണ്ട് അത് നിന്നെ നയിക്കാനുള്ളതല്ല. അത് നീ വേണം അവരെ നയിക്കാൻ. ധാർമ്മികമായിട്ടുള്ള വഴിയിലൂടെ നീ വേണം അവരെ നയിക്കാൻ. നീയാണ് അവരുടെ ലീഡർ, അല്ലാണ്ട് അവർ നിൻ്റെ ലീഡറല്ല. നീ ഇവരെ നിൻ്റെ പിന്നാലെ നടത്തി നീ വേറൊരാളുടെ പിന്നാലെ നടക്കണം. ആ ജഗന്നിയന്താവാണ് നിൻ്റെ നേതാവ്. അല്ലാണ്ട് നീ അവരെ നയിക്കുന്നതിന് പകരം നിൻ്റെ മുമ്പിൽ അവർ, എന്നാൽ പിന്നെ അതിൻ്റെ മുമ്പിൽ വല്ലവരും ധാർമ്മികമായിട്ട് വല്ലവരും നയിക്കേണ്ട അതുമില്ല. ഇവർ താന്തോന്നിച്ച വാസത്തിൽ അവർ ഇഷ്ടമുള്ള വഴിക്ക് അവർ പോകണു. ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. അപ്പം എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, അതിൻ്റേതായിട്ടുള്ള സ്ഥാനവുമുണ്ട്. ധനത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ഇല്ലയെന്ന് ആരും പറയുന്നില്ല. പ്രത്യേകിച്ച് സംസാരികളെപ്പോലുള്ള നമ്മളെപ്പോലുള്ളവർക്ക് അതിൻ്റെ പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട്, ആരല്ലേ പറഞ്ഞത്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. പോക്കറ്റിലിരിക്കണം, തലേ കയറിയിരിക്കരുത്. അതുപോലെ തന്നെ ഭോഗവസ്തുക്കൾ നിർത്തേണ്ടടുത്ത് അതിനെ നിർത്തണം, അല്ലാത്തടത്ത് കയറിക്കൊണ്ട് കുത്തിത്തിരികി വയ്ക്കരുത്. അപ്പോൾ ഭഗവാൻ നമ്മൾക്ക് തന്നിട്ടുള്ള എല്ലാ വിഭവങ്ങളും എല്ലാം ധാർമ്മികമായിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ധാർമ്മിക വോൾട്ടേജിൽ ഉപയോഗിക്കണം നമുക്ക് തന്നിട്ടുള്ള ഉപകരണങ്ങളൊക്കെ. അല്ലാണ്ട് 220 വാൾട്ടിൽ കൊണ്ടിട്ടാലേ ബൾബ് ഫ്യൂസായി പോവും, എല്ലാ എക്വിപ്മെൻറ്റും ഫ്യൂസാവും. നിനക്ക് 110 വാൾട്ടേ പറഞ്ഞിട്ടുള്ള 110 വാൾട്ടിൽ കൊണ്ടിടാൻ നീ വർക്ക് ചെയ്യുക. അതിനാണ് നിനക്ക് തന്നിരിക്കുന്നത്. അതാണ് നിൻ്റെ ധർമ്മം. 110 വാൾട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കൽ. 110 220 വാട്ട് എവർ ഇറ്റ് മേ ബി. ഇവിടെ നടക്കുന്ന വോൾട്ടേജ് എത്ര എനിക്കറിയില്ല. എത്ര വോൾട്ടേജ് ആണെങ്കിൽ അത്ര വോൾട്ടേജിൽ. അതല്ലാണ്ട് ഹൈ വോൾട്ടേജിൽ നീ കൊണ്ടിട്ട് എല്ലാ എക്വിപ്മെൻറ്റും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എക്വിപ്മെൻറ്റും നിനക്ക് ഉപയോഗിക്കാനുണ്ടാവില്ല, എല്ലാം ഉപയോഗശൂന്യമാവും. അതുകൊണ്ട് കാമിനി കാഞ്ചന എന്ന് പറയുന്ന വസ്തുക്കളെ നീ നിൻ്റെ ധാർമ്മിക വോൾട്ടേജിൽ ഉപയോഗിക്കുക. എവിടേക്ക് അതിന് ലിങ്ക് അറിയോ? 7-ാം അധ്യായത്തിലേക്കൊന്ന് ചെന്ന് നോക്കൂ ഭഗവത്ഗീതയിൽ. ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഇത് കൂടുതൽ എന്തിനാ ഭഗവാൻ പറയണത്? ധർമാവിരുദ്ധോ ഭൂതേഷു, ഈ ലോകത്തിൽ കാമോസ്മി ഭരതർഷഭ. ധർമാവിരുദ്ധം ലോകത്തിൽ കാമം ഞാൻ ഭരതർഷഭ. ധർമ്മത്തിന് അവിരുദ്ധമായിട്ടുള്ള എല്ലാ കാമവും ഞാനാണെന്ന് പറയാണ് ഭഗവാൻ. മീനിങ് വാട്ട്? എല്ലാ കർമ്മങ്ങളും ധാർമ്മികമായിട്ട് വേണം ചെയ്യാൻ. എല്ലാ ഉപകരണങ്ങളും ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള എല്ലാ വിഭവങ്ങളും എല്ലാ ശേഷികളും ധാർമ്മികമായിട്ട് വേണം ഉപയോഗിക്കാൻ, നോട്ട് റെക്ലെസ്ലി. മാത്രമല്ല കാമിനി കാഞ്ചന എന്ന് പറയുന്നത് മാർഗങ്ങളാണ്, അല്ലാണ്ട് അത് ലക്ഷ്യമല്ല. കാമിനി കാഞ്ചന ലക്ഷ്യമാണോ? ഇംപെർമനൻറ്റ് തിങ്സ്, ഹൗ ക്യാൻ ഇറ്റ് ബി യുവർ ഗോൾ? ഗോൾ മസ്റ്റ് ബി പെർഫെക്റ്റ്, ഗോൾ മസ്റ്റ് ബി ഇംപെരിഷബിൾ. അതായിരിക്കണം എൻ്റെ ഗോള്. അതല്ലാണ്ട് നശിച്ചു പോകുന്ന വസ്തുക്കൾ ആരാ എന്നോട് ഗോളായിട്ട് വയ്ക്കാൻ പറഞ്ഞേ? അത് വെറും മാർഗമല്ലേ? മോക്ഷത്തിലേക്ക് എത്തേണ്ട മോക്ഷ സാധന സാമഗ്രികളല്ലേ ഇതൊക്കെ. കാമിനി കാഞ്ചന എന്നൊക്കെ പറയുന്നത് അത് ധാർമ്മികമായിട്ട് ഉപയോഗിക്കുക, എന്നാൽ മോക്ഷത്തിലേക്ക് എത്തും. അല്ലെങ്കിൽ പിന്നെയും വീഴും, ചളിക്കുണ്ടായും ചന്ദ്ര കഴിഞ്ഞാൽ. ഒരു കാലത്ത് ലക്ഷ്യങ്ങളല്ല. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണു? നീ അതിനെ ലക്ഷ്യമാക്കി അത് നിൻ്റെ നിയന്താവാക്കുന്നു. യു കുഡ്ന്റ് ഫൈൻഡ് എ ബെറ്റർ ലീഡർ. ക്യാ ബാത്ത് ഹൈ ഭൈ? വേറൊരാളെ എനിക്ക് കിട്ടിയില്ല ലീഡറായിട്ട്, നേതാവായിട്ട്. ഓക്കെ, ശരി. ഇതുവരെ എന്തോ ആരോ പിന്നാലെ പോയി, പോട്ടെ.
ഓക്കെ വിട്, നിങ്ങട് വാ, ഇവിടെ ഇരിക്കുക, പറഞ്ഞുതരാം ഞാൻ. ഇതുവരെ ചെയ്തതൊക്കെ പോട്ടെ, സോ ഫാർ സോ ഗുഡ്. നൗ വാട്ട്? ഇനി എന്ത് ചെയ്യണം? ഈ തെറ്റ്, ഈ പോക്ക് തെറ്റായ മാർഗമാണെന്ന് എനിക്ക് മനസ്സിലായോ? ഇവരെ നിയന്തന്മാരാക്കിയിട്ട്, നേതാക്കളാക്കിയിട്ട്, കാമിനിയും കാഞ്ചനയും നേതാക്കളാക്കിയിട്ട് അവരെ മുൻനിർത്തി അവരുടെ പിന്നാലെയുള്ള പോക്ക് ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അതോ തെറ്റാണോ എന്ന് തോന്നുന്നു? മനസ്സിലായോ? തെറ്റാന്ന് മനസ്സിലായോ? ഇല്ലേ? ഇല്ലേ സാർ, അത് മനസ്സിലായി. ഞാൻ അങ്ങനെ പോകണ്ടായിരുന്നില്ല, പോകണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ എന്തോ അങ്ങനെ വഴി തെറ്റിപ്പോയതാ. സാരില്ല. എന്ന നേരായ മാർഗം കേട്ടോ. ഇതിനു മുമ്പ് പറഞ്ഞതാണ് ഞാൻ, നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നേരായ മാർഗം എന്താണെന്നതിനു മുമ്പേ. അത് നീ മറന്നിട്ടുണ്ടാവും. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ശ്ലോകം. എല്ലാം കൂടി കോട്ടപ്പോൾ ബുദ്ധിക്ക് ഭ്രമം വന്ന് ആ ശ്ലോകം മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം. ത്രിജഗതി സജ്ജന സംഗതി ഏകാ ഭവതി ഭവാർണവതരണേ നൗക. ഈ 3 ലോകത്തിലും 3 കാലത്തിലും ഈ സംസാരസാഗരം തരണം ചെയ്യാനായിട്ട് ഉപയോഗമാകുന്നത് സത്സംഗം എന്ന തോണിയാണ്. സത്സംഗൻ സത്സംഗലോൺ. അതിൻ്റെ സത്സംഗത്തിൻ്റെ പിന്നാലെ സജ്ജനങ്ങളുടെ പിന്നാലെ പോകും. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല സജ്ജനങ്ങളെ കിട്ടാൻ. ദേ ആർ അറ്റ് അവർ ഫിംഗർ ടിപ്സ്. വരലൊന്ന് അമർത്തിയാൽ മതി, ശങ്കരൻ വിൽ കം ടു യു. വരലൊന്ന് അമർത്തിയാൽ മതി, വ്യാസൻ വിൽ കം ടു യു, വാൽമീകി വിൽ കം ടു യു. ഇല്ലേ? എന്താ ബുദ്ധിമുട്ട്? നമുക്കതിനുള്ളൊരു ഇൻക്ലിനേഷൻ ഇല്ല, അതിനുള്ളൊരു ആറ്റിറ്റ്യൂഡില്ല. എന്തിന്? സത്സംഗന്. ഒരു ഫോട്ടോ മുമ്പിൽ വെച്ചിട്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു ബട്ടൺ അമർത്തിയിട്ട് അവിടെ ഇരുന്ന് ആ ശ്ലോകങ്ങളും ആ നാമങ്ങളും കീർത്തനങ്ങളും കേൾക്കാനുള്ള ചിന്താഗതി നമുക്കില്ല, നമുക്കത് കാണണ്ട. അതുകൊണ്ടാണ് കള്ളക്കുറുക്കൻ കുട്ടിക്കുറുക്കനോട് പറഞ്ഞ് നേത്രേ സജ്ജന വീക്ഷണേച്ച വിമുഖേ. സജ്ജനങ്ങളെ കണ്ടാൽ ആ മുഖം അപ്പത്തിരിക്കും. മറന്നു ആ ശ്ലോകം? നേത്രേ സജ്ജന വീക്ഷണേച്ച വിമുഖേ. സജ്ജനങ്ങളെ കണ്ടാൽ വിമുഖനാവും. ഹി ടേൺസ് ഹിസ് ഫേസ്. പൂന്താനും ധാരാളം പറഞ്ഞിട്ടില്ലേ? സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രോധിക്കുന്നു ചിലർ. നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ ശത്രുവായി. നല്ല കാര്യം പറയാൻ വയ്യ, അപ്പോൾ ശത്രുതയായി. ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ അവരോട്. ചെറിയൊരു ഉദാഹരണം പറയട്ടെ, അത് അശ്ലീലമായിട്ടൊന്നും കൂട്ടരുത്, എന്നാലും സാധാരണ ഒരു ഫാമിലിയിലൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യം, അതുകൊണ്ട് ഞാൻ പറയണം. ഒരു ചെറിയ കുട്ടി ഇരുന്നിട്ട് 3-4 വയസ്സായിട്ട് കൂട്ടിയിരുന്നിട്ട്, പണ്ട്, ഇപ്പോഴൊന്നും അല്ല, പഴയ തറവാട് കുടുംബമൊക്കെ ഉള്ള സമയത്ത്, അന്ന് ഈ ബാത്റൂമൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് പുറത്ത് പോയിട്ട് പറമ്പിലാണല്ലോ ആവശ്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ഒരു കുട്ടി പറമ്പിൽ പോയിട്ട് കക്കൂസിലിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ കയ്യിലൊരു മാമ്പഴത്തിൻ്റെ ഒരു പൂളുണ്ട്. അതിങ്ങനെ കടിച്ചിരിക്കുക, അത് കയ്യിൽ പിടിച്ചിരിക്കുക, കടിച്ചിട്ടില്ല, കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തൊട്ട വീട്ടിലെ കാരണവപ്പാട് അതിൽ നടന്നു പോകുമ്പോൾ ഈ കുട്ടി വിസർജനത്തിനിരിക്കുക, മലമൂത്ര വിസർജനത്തിനിരിക്കുമ്പോൾ ഒരു മാങ്ങ പൂള് കയ്യിലുണ്ട്. അപ്പോൾ ഈ കാരണവന്മാർ നല്ല കാര്യം, നന്നായിട്ട് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടിയോട് ചോദിച്ചു, കുട്ടിയെ ഈ വെളുക്കിയിരിക്കുമ്പോഴാണോ മാങ്ങ തിന്നുക, മാങ്ങ കൈ പിടിക്കുക എന്ന് ചോദിച്ചു. ഈ വെളുക്കിയിരിക്കണ നേരത്ത് മാങ്ങ കൈ പിടിക്കണോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്ക് ദേഷ്യം വന്നു. ഞാൻ എന്തെങ്കിലും ഒപ്പിയിട്ടാ തിന്നണം, നിങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ചു. പോരെ. പിന്നെ കുട്ടി എന്താ ഉദ്ദേശിക്കുക? കുട്ടി എങ്ങനെയാ വെച്ചാൽ ആയിക്കോളൂ എന്നും പറഞ്ഞു കാരണവപ്പാട്, ഇല്ലേ? അപ്പോൾ സത്വക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെപ്പോലെ ക്രുധിക്കുന്നു ചിലർ. അങ്ങനെ വല്ലതൊക്കെ കണ്ടിട്ട് എഴുതാവും പൂതാനേ, അല്ലേ?
നമുക്കല്ല എത്ര കണ്ടാലും ഒന്നും മനസ്സിലാവാത്ത പൂന്താനത്തിന് ഇങ്ങനത്തെ ഒക്കെ കണ്ടാൽ മതി, അപ്പം ശ്ലോകത്തിലാക്കും. വന്നിതന്മാരെ കാണുന്ന നേരത്ത് നിന്നിച്ചത്രേ പറയുന്നിതു ചിലർ. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. എന്താ പറഞ്ഞു? ഒരു നാണും മാനവും വേണ്ട. സജ്ജനങ്ങളാണോ, നമസ്കരിച്ചോ, ദാറ്റ് വിൽ പേ. ഇന്നിപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നമസ്കരിക്കണമെങ്കിൽ പോലും കാക്ക കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, വല്ലവരും അറിയണവരുണ്ടോന്ന്. നമസ്കരിക്കേ പറയണ മനസ്സിലായില്ലേ? അപ്പോൾ കാലം പോയ പോക്ക് നോക്കൂ. അപ്പോൾ കാമിനി കാഞ്ചന അല്ല കുട്ട നമ്മുടെ നേതാവ്. നമുക്ക് എല്ലാവർക്കും ഒരു നേതാവുണ്ട്, നിനക്കത് അറിയാം. നമുക്ക് എല്ലാവർക്കും ഒരു നേതാവുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ട നേതാവ് തന്നെയാണ് അങ്ങോട്ട് ഇനി പോകാനും നമുക്ക് നേതാവ്. സർവജ്ഞനായും സമദർശിയായും ജഗന്നിയന്താവ് നയിച്ചിടുന്നു. കാലജ്ഞനം കർഷകനോർമ്മയുണ്ട്, വിത്തിട്ടവണ്ണം വിളയിച്ചുകൊള്ളുവൻ. അല്ലേ? നമുക്കൊരു നേതാവില്ലേ? നമുക്കൊരു ഒരു 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 എന്താ പറയുക, ഈ സംസാര സാഗരത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കരകടത്താൻ ഒരു തോണിക്കാരൻ, ഒരു ഗുഹൻ നമ്മുടെ കയ്യിലില്ലേ? മറന്നോ? നമ്മുടെ ഗുരുവായൂരപ്പനെ മറന്നോ? സോത്തീർണം ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. കൈവർത്തകനായിരിക്കുന്ന കേശവൻ അവിടെ ഇല്ലേ? എന്നിട്ടാണോ നീ കാമിനിയും കാഞ്ചനിയും പിന്നാലെ പിടിച്ചിരിക്കണേ? കേശവനെ പോയി പറയേ, കേശവനോട് പറയേ. കേശവനാണ് നിൻ്റെ നേതാവ്. അയാൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, നിനക്ക് അയാളെ തിരിച്ചറിയില്ല എന്നേ ഉള്ളൂ. പോയി ശരണം പ്രാപിക്കുക. തെറ്റായ വഴി കൂടെ ഞാൻ നടക്കുകയായിരുന്നു ദേവരെ, അപ്പോഴെങ്കിലും എന്നെ ഒന്ന് സ്വീകരിക്കുമെന്ന് പറയാം. എടുക്കും, അങ്ങോട്ട് എടുക്കും തന്നെ. നിനക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റും, പോയി തൊഴ. സാധുക്കളുടെ സമാഗമം, ഇത് കൂടുതൽ എന്ത് വേണം? അത് എവിടേക്ക് അന്വേഷിച്ചു പോവോ? ശമദമകരുണ സമ്പൂർണനാം സാധു സമാഗമ സങ്കീർണനാം ചിന്താ നാസ്തികിലാം രസനെ ചിന്താം നാസ്തികിലാം. സദാശിവ ബ്രഹ്മേന്ദ്രൻ. സാധു സമാഗമ സങ്കീർണനാം, സാധു സമാഗമത്തിലുള്ള സങ്കീർണം പാട്ട് പാടാനാ പറയണം. അവിടെ വന്നിട്ട് ആഹ്ലാദിക്കാനാ പറയണം. അതുകൊണ്ട് നല്ലൊരു കച്ചവടക്കാരനെ പോലെ, ഒരു കച്ചവട മനോഭാവത്തോട് കൂടിയിട്ട് നീ ഒരു സംസാരിയാണെങ്കിൽ, ഒരു കച്ചവട മനോഭാവത്തോട് കൂടിയിട്ട് ജീവിതം നയിക്കുക. ഇപ്പം എന്താ അങ്ങനെ പറയണ? അതെ, ഈ കാമിനി ആൻഡ് കാഞ്ചന കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല. എൻ്റെ എനർജി മുഴുവൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പോൾ നീ ഒരു ലെവലേശം പുറത്തേക്ക് കൊടുക്കണില്ല. ഒക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണത് എവിടെയാണ്? കാമിനി ആൻഡ് കാഞ്ചന കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അതിലാണ് എൻ്റെ ഷെയർ മുഴുവൻ കിടക്കുന്നത്. എൻ്റെ എനർജി മുഴുവൻ അവിടെ കൊണ്ട് കൊട്ടിരിക്കുന്നത്. അതിന് എന്താ റിട്ടേൺ കിട്ടണമെന്ന് എനിക്ക്? ക്ഷണികമായ കുറച്ച് സുഖങ്ങൾ. എൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കൊന്നും അങ്ങോട്ട് എത്തില്ല. ഇതൊന്നും ആവില്ല നിനക്ക്. 1% ഡിവിഡൻറ്റ് കിട്ടിയാൽ കിട്ടി, അതും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെയൊക്കെ ആ കമ്പനിൻ്റെ പോക്ക്. കമ്പനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കമ്പനി അങ്ങനത്തെ ഫീൽഡിലാണ്. ബൈ നേച്ചർ കമ്പനി ഈസ് ലൈക്ക് ദാറ്റ്, അല്ലേ? അപ്പോൾ ഡിവിഡൻറ്റ് ലാഭം എന്നൊന്നും കിട്ടില്ല. അത് റോങ് ഇൻവെസ്റ്റ്മെൻ്റാണ്, ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷെ നമുക്കത് പോരാ. നമുക്ക് ലൈഫ് ലോങ് പെൻഷൻ കിട്ടണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ജീവിതത്തിൽ, വേണ്ടേ? സദാകാലത്ത് നമുക്ക് സമാധാനം കിട്ടിക്കൊണ്ടേയിരിക്കണം. ലൈഫ് ലോങ് പെൻഷൻ, ലൈഫ് ലോങ് സമാധാനം, ലൈഫ് ലോങ് പീസ്, അൺബ്രോക്കൺ പീസ്, ആന്തരാനന്ദാവബോധം വേണം നമുക്ക്. അപ്പം അത് സജ്ജന കമ്പനിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എൻ്റെ എനർജി മുഴുവൻ സത്സംഗിൽ പോകട്ടെ, സത്സംഗം കൂടെ ആവട്ടെ നിൻ്റെ പ്രയാണം, സത്സംഗമാകട്ടെ നിൻ്റെ ലീഡർ. ആ സത്സംഗം തന്നെ നയിച്ചോളും. അല്ലാണ്ട് ഉള്ള എനർജി മുഴുവൻ അവിടെ കൊണ്ട് കൊട്ടരുത് കുട്ടാ.
ദീപാവലി വെച്ച് കളയരുത് എൻ്റെ കൈമുതൽ. ആബാലമാവൃദ്ധം അന്യായം കൈമൂതൽ ദീപാവലി വയ്ക്കയായി കണ്ടമാനം. മനുഷ്യന്മാർ കാമിനിയുടെയും കാഞ്ചൻ്റെയും പിന്നാലെ പോയിട്ട് അവരുടെ കയ്യിലുള്ള ധനം മുഴുവൻ, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവരും, ആബാലമാവൃദ്ധം അന്യായം, കഷ്ടം തന്നെയാണ്, കൈമൂതൽ ദീപാവലി വയ്ക്കയായി കണ്ടമാനം. അതരുത്. ഒന്ന് പ്ലാൻ ചെയ്യുക. ദീപാവലി വിളിക്കരുത്, ദീപാവലി വിളിച്ചൊന്നും കളയരുത്. ആവശ്യമില്ലാത്ത കളികളിൽ ഇടപെടരുത്. ആവശ്യത്തിന് മാത്രം കളിക്കുക. കാമിനി കാഞ്ചന ധാർമ്മികമായിട്ടുള്ള വഴി കൂടെ കൊണ്ടുപോകും. കളിവസ്തുക്കളായിട്ട് കാണരുത് അവരെ. കളിക്കാനുള്ള വസ്തുക്കളല്ല അത്. എനിക്ക് ജീവിതത്തിലെ ഒരു ധർമ്മം നിറവേറ്റാനുണ്ട്. ആ ധർമ്മം നിറവേറ്റി എൻ്റെ മോക്ഷത്തിലേക്ക്, ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനുള്ള ധാർമ്മികമായിട്ട് ജീവിതം നയിക്കാനാണ് എൻ്റെ ധർമ്മപത്നി എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ. ഇങ്ങോട്ടും അന്യോന്യം. ഒരാളുടെ അങ്ങോട്ട് കാന്തനും ആവാം, കാന്താന്നും ആവാം, രണ്ടും ആവാം, ഇങ്ങോട്ടും ഒക്കെ ആവാം. അത് അങ്ങോട്ടും കളിപ്പാട്ടങ്ങളായിട്ട് ഉപയോഗിക്കരുത്. ഭോഗവസ്തുക്കളായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല ഭാര്യ. ബ്രാഹ്മിൻസിൻ്റെ മാരേജ് സമയത്ത് ചെല്ലണ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കേൾക്കൂ. വാട്ട് എ പ്രോമിസ് യു ആർ ടേക്കിംഗ്, വാട്ട് എ നോത്ത് യു ആർ ടേക്കിംഗ് അറ്റ് ദ ടൈം ഓഫ് മാരേജ്. എന്ത് ചെയ്തോളാം, എന്തൊക്കെ ഞാൻ ചെയ്യില്ല, ഈ വരുന്ന കുട്ടിയെ ഞാൻ ഏതുപോലെ നോക്കും, അല്ലാണ്ട് ഇവളായിരിക്കും എൻ്റെ ലീഡർ നാളെ തൊട്ട്, ഷീ വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് മീ. അല്ല, നമ്മളുടെ സംസ്കാരം അങ്ങനെയല്ല. ഭൂവസ്തുക്കളായിട്ട് ഉപയോഗിക്കാനല്ല, ധർമ്മവസ്തുവായിട്ട് ഉപയോഗിക്കാനാണ്. പാശ്ചാത്യർ തീർന്ന് കളിക്കും. അവർ കളിക്കുന്നത് കണ്ടിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അവരുടെ കളി നമ്മുടെ കളിയും വ്യത്യാസമുണ്ട്. പണ്ട് അവർ കളിക്കുന്നത് കണ്ടിട്ട് നമ്മൾ കളിക്കരുത്. നമ്മുടെ സംസ്കാരം ആകെ പോവും. പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ പൂരപ്പറമ്പിലൊക്കെ ചിലപ്പോൾ പൊറാട്ട് നാടകം വരും. ഇതിൻ്റെ പോവും ഞങ്ങൾ ചെറുപ്പത്തിൽ. 5 4 പഠിക്കുമ്പോഴാണ്, 4 5 പഠിക്കുമ്പോൾ പോയി. വീട്ടിൽ മുതിർന്നവർ കേട്ടാൽ ചീത്ത പറയും. പൊറോട്ട നാടകത്തിന് ചെക്കൻ പോയി എന്നൊക്കെ പറയും. അന്ന് എന്തോ ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അത്. നിങ്ങളിപ്പോൾ അത് ഉദ്ദേശിച്ച് പോയതൊന്നും ആവില്ല, വെറുതെ തമാശയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കൊട്ടായിൽ കയറിയിരിക്കും. അമ്മയ്ക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കയറാം, എപ്പോൾ വേണമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി പോരാം. അങ്ങനെയുള്ളൊരു ചിട്ടയാണ്. അതൊന്നും ഇല്ല ഇപ്പോൾ. അല്ല, ആ ചിട്ട അങ്ങനെ വലിയ ചിട്ടയൊന്നുമില്ല. അപ്പോൾ കുറേ നേരം അവിടെ ചെന്നിരിക്കും, കുറച്ച് തമാശയൊക്കെ വെളുപ്പൊക്കെ കേട്ടിട്ട് വരും. അതിൽ ചില പാട്ടുകൾ പാടും വിദൂഷകന്മാർ വന്നിട്ട്. അതിൽ ചില പാട്ട് വളരെ രസികനാണ്. ചില പാട്ടുകളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ, നല്ല തമാശയായിട്ടുള്ള പാട്ടുകൾ. അതിലൊരു പാട്ട് ഇപ്പോൾ എനിക്ക് തോന്നി ഇതിനോട് യോജിപ്പിച്ച് പറയാമെന്ന്. അതിലൊരു സന്ദർഭത്തിൽ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാപ്പയ്ക്ക് തോന്നും കുട്ടികളുടെ കൂടെ നിന്ന് പോയി കളിച്ചാലായിരുന്നു. കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാനാണ് കളിക്കണത്, പ്രൈസ് മേടിക്കാൻ ഫൈനൽ സ്പോർട്സിൽ. അപ്പോൾ ഈ കാരണവപ്പാട്ടിന് തോന്നി, വാപ്പയ്ക്ക് തോന്നി ഞാനൊന്ന് ഇവരുടെ കൂടെ ചാടിത്തുള്ളിയ എന്താന്ന്. എന്നിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ പോയപ്പോൾ ഈ വാപ്പയുടെ മകൻ പഠിച്ചിരുന്നിട്ട് അവൻ്റെ ഫ്രണ്ടിനോട് പറയാം ഒരു പാട്ട്, 2 ഈരടി, ചെറിയൊരു ഈരടി. എല്ലാവരും കളിക്കണത് കളി പഠിക്കാൻ, ഞമ്മൻ്റെ വാപ്പ കളിക്കണത് തല തെറിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ മറ്റുള്ളവർ കളിക്കണ കണ്ടിട്ട് നമ്മൾ കളിച്ചാൽ ധർമ്മവൃക്ഷത്തിൻ്റെ തല പോവും. നമ്മളൊരു ധർമ്മവൃക്ഷം നട്ടിട്ടിരിക്കുകയാണ്, അതിനെ വളർത്തുകയാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം. അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, ഇല്ലാത്തവർക്കും ഒന്നുമില്ല കേട്ടോ. എന്ത് ധർമ്മം, ധർമ്മം എന്ന് വിചാരിക്കുന്നവരോടല്ല ഞാൻ പറയണത്. ധർമ്മം നമ്മളുടെ ലക്ഷ്യമാണ് എന്ന് വിചാരിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വഴിതെറ്റി, കാലിടറി പോകുന്നവർക്കാണ് ഈ ഭജ ഗോവിന്ദൊക്കെ. അല്ലാത്തവർക്ക് ഇതൊന്നും വേണ്ട. നോ ഭജ, നോ ഗോവിന്ദ, നത്തിങ്, ഒന്നും വേണ്ട.
പോരാ അങ്ങനെ ജീവിച്ചാൽ എന്നുള്ളൊരു അപൂർണത മനസ്സിൽ വന്നവരോടാണ് അപ്പോൾ പറയണത്. അവരോടാണ് പറയണത്, മറ്റവരുടെ കളി കണ്ടിട്ട് നീ കളിക്കാൻ നിൽക്കണ്ട. മറ്റൊരു കളിക്കണ്ട് കളി പഠിക്കാനാണ്, നീ തെറിക്കേണ്ട തല തെറിക്കാനാണ്. അമ്മൻ്റെ വാപ്പ കളിക്കണത് തല തെറിക്കാൻ. അപ്പോൾ തല തെറിക്കാനുള്ള കളികൾക്ക് പോകരുത് കൂട്ടാ. ഈ കാഞ്ചനയും കാമിനെയും നീ നേതാക്കന്മാരാക്കി കൊണ്ടു നടക്കുന്നത് ശരിയല്ല. അവർക്ക് അതല്ല അതിൻ്റെ റോള്. നീ അവരെ നയിക്കേണ്ടതാണ്, ധാർമ്മികമായിട്ടുള്ള വഴിയിലൂടെ നയിക്കേണ്ടതാണ്. ധാർമ്മികമായിട്ടുള്ള വഴിയിലൂടെ അവരെ സമ്പാദിക്കുക, ധാർമ്മികമായിട്ടുള്ള വഴിയിലൂടെ അവർ നിൻ്റെ പിന്നാലെ അവർ വരട്ടെ. നീ നിൻ്റെ നിയന്താവിനെ കണ്ടെത്ത്. ജഗൻ നിയന്താവ് നയിച്ചിടുന്നു, അതിൻ്റെ പിന്നാലെ നീ പോകും. അതേതാ? ത്രിജഗതി സജ്ജന സംഗതി ഏക അതൊന്നു മാത്രമേ ഉള്ളൂ എന്നാണ് ശങ്കരൻ പറയുന്നത്. സത്സംഗം ഒഴികെ വേറൊരു മാർഗവും ഇല്ലയെന്ന്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഹേയ്, ഞാൻ അപ്പം അങ്ങോട്ടൊന്നും പോയി, ഞാൻ ഒരു പുസ്തകം വായിച്ചാൽ പറ്റില്ലേ? പുസ്തകം വായിക്കുന്നത് സത്സംഗം തന്നെയാണോ മാഷേ? ആരുടെ പുസ്തകം നിങ്ങൾ വായിക്കണം? വ്യാസൻ്റെയോ വാൽമീകിയുടെയോ വസിഷ്ഠൻ്റെയോ ശങ്കരാചാര്യരെയോ ഒക്കെ അല്ലേ? സത്സംഗം തന്നെയാണത്. ഇപ്പോൾ നമ്മൾ നടത്തുന്നതൊരു സത്സംഗം തന്നെ, ശങ്കരനായിട്ടുള്ള സത്സംഗമാണ്. നമ്മളിപ്പോൾ ഇതേവരെ ഓരോ ദിവസം 40 മിനിറ്റ് 50 മിനിറ്റ് നടത്തിയിരുന്നത്. ഒരു സത്സംഗ് വിത്ത് ആദിഗുരു ആദിശങ്കര, ചില്ലറ കാര്യ. ഇതിനു മുമ്പ് നമ്മൾ നടത്തിയിരുന്ന സത്സംഗ് ഈസ് വിത്ത് വ്യാസ, ചില്ലറ കാര്യ. ദാറ്റ് അലോൺ. ത്രിജഗതി സജ്ജന സംഗതി ഏകാ ഭവതി ഭവാർണവതരണാനൗക. മനസ്സിലായി? അതാണിപ്പോൾ ഇന്നത്തെ ശ്ലോകത്തിലെ ചിന്താവിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ദ്വാദശ മഞ്ജരിക സ്തോത്രം അവസാനിച്ചു. ഇനി ഇത്രയും ശ്ലോകങ്ങൾ പറഞ്ഞ് ശങ്കരനോട് ഒന്ന് മാറി നിന്നപ്പോൾ പിന്നാലെ ശിഷ്യന്മാർ വന്നിട്ട്, അതെ സാറേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോ ശ്ലോകം ചെയ്തു. അത് ചില പുസ്തകങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ 12ാമത്തേൽ കഴിഞ്ഞ ശ്ലോകം എഴുതിക്കണം, അത് തെറ്റാണ്. നാളെ മുതലാണ് ശരിക്ക്, അടുത്ത ശ്ലോകം മുതലാണ് ദ്വാദശ മഞ്ജരിക സ്തോത്രം കഴിഞ്ഞ് ചതുർദശ മഞ്ജരിക സ്തോത്രം തുടങ്ങുക. ചടിലോ മുണ്ടിതലുഞ്ചിതകേശ. ഈ ഓരോ ശ്ലോകത്തിൻ്റെ അടിയിൽ ചില പുസ്തകങ്ങളിൽ ആരാണ് എൻ്റെ കർത്താവ്, ഗ്രന്ഥകർത്താവ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ശിഷ്യൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ പേരും അത്ര ഒരു ആധികാരികമായിട്ടൊന്നും നമുക്ക് പറയാൻ വയ്യ. ചില ശ്ലോകത്തിൻ്റെ അടിയിൽ പത്മപാദൻ എഴുതിയിട്ടുണ്ടാവും. ആ ശ്ലോകം പത്മപാദൻ ഉണ്ടാക്കിയതാവില്ല, ത്രോടകാചാര്യൻ ഉണ്ടാക്കിയതാവും. അതല്ലെങ്കിൽ അത് സുരേശ്വരാചാര്യൻ ഉണ്ടാക്കിയതാവും. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും പ്രിൻ്റ് ചെയ്തോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് അതൊന്നും ബാധകമല്ല. ആ ശ്ലോകത്തിൻ്റെ കണ്ടൻറ്റ് എന്താണ് ആചാര്യസ്വാമികളുടെ ശിഷ്യൻ പറഞ്ഞ് ആചാര്യസ്വാമിയോട് പറയാനുള്ളത്, ദുഃഖരങ്കരനെ വഴി പറഞ്ഞു കൊടുക്കാനുള്ള എന്താണ്, അത് മാത്രം നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും പറഞ്ഞ് നോക്കുന്ന ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭവാനി കൃഷ്ണ ഗുരുവായൂരപ്പ ശംഭോ മഹാദേവ.